ഹായ് നമസ്കാരം. ഷെരീഫ് കിച്ചൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുന്തിരി അച്ചാറാണ്. അതിൻ്റെ സാധനങ്ങളൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. വരൂ. ഇതിലേക്ക് വേണ്ടത് ഇഞ്ചി കുറച്ച്, അതൊരു 2 സ്പൂണ്, അതൊക്കെ ഞാൻ ഒരുമിച്ച് മിക്സ് ചെയ്ത് വെച്ചെടുക്കുകയാണ്. പച്ചമുളക് ഒരു 6 എണ്ണം, പിന്നെ ഒരു കുടം വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഒരെണ്ണം, ഒരു ഫുൾ വെളുത്തുള്ളി. ഓക്കെ, എന്നാൽ നമുക്ക് ഇനി തുടങ്ങാം. ആദ്യം അടുപ്പൊന്ന് കത്തിക്കുന്നുണ്ട്. ചീഞ്ചട്ടി വയ്ക്കുന്നുണ്ട് നമ്മൾ. ഈ ചീഞ്ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് എണ്ണ ഇല്ലാണ്ട് കടുകും ഉലുവയും ഒന്ന് മൂപ്പിച്ചെടുക്കാം. എണ്ണ ഇല്ലാണ്ട് കുറച്ച് കടുകിടാം. ഓവർ തീയിൽ വെക്കണ്ട, ഇറക്കി കൊടുക്കുക. ഇത് ചൂടായിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ കുറച്ച് ഉലുവ ഇടണം കേട്ടോ. ഇത് നമുക്ക് പൊടിച്ചിട്ട് ഇതിൽ ചേർക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്, 1 ടീസ്പൂൺ കേട്ടോ ഉലുവ ഇട്ടിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നല്ലെണ്ണ ഇതിന് നല്ലെണ്ണ ഉപയോഗിക്കുക. അച്ചാറുകൾക്ക് കൂടുതൽ നല്ലെണ്ണ നല്ലത്. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. അതിൽ നമുക്ക് കുറച്ച് 1 സ്പൂണ് കടുക് ഇട്ടിട്ടുണ്ട്. ഒരു 5-6 ഇതള് വേപ്പിലിട്ടിട്ടുണ്ട് അതിലേക്ക്. പിന്നെ നമ്മൾ നേരത്തെ കാണിച്ചു തന്ന ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി. ഇതപ്പോൾ നല്ലോണം മുരിഞ്ഞിട്ടുണ്ട്, നല്ലോണം വാടിയിട്ടുണ്ട് കേട്ടോ. എണ്ണയിലിട്ട് നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് നമുക്ക് കോരി വയ്ക്കാം. നമുക്ക് ലാസ്റ്റിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കോരി വയ്ക്കുന്നുണ്ട്. എല്ലാം കൂടിയിട്ട് ഇഞ്ചി, പച്ചമുളകും നല്ലോണം ആയിട്ടുണ്ട്. തീ കുറച്ച് വയ്ക്കുക. ഇതിലേക്ക് നമുക്ക് 1 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇടുക. വലിയ ടീസ്പൂൺ നോക്കിയിട്ട് ഒരു 2 ടീസ്പൂണ് മുളക് പൊടി ഇടുക. പിന്നെ എരിവ് നോക്കിയിട്ട് നമുക്ക് അതിനനുസരിച്ച് ചെയ്യാം. മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലോണം മുളകൊക്കെ അതിൻ്റെ ആ പച്ചമണം പോയിട്ട് നല്ല ഫ്രൈ ആയിട്ടുള്ള മണം വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളൊരു 6 ടീസ്പൂൺ സുർക്ക ഒഴിക്കുന്നുണ്ട്. നല്ലോണം ഇളക്കി കൊടുക്കുക. വലിയൊരു സ്പൂണ് ഉപ്പ് ഇടുന്നുണ്ട് കേട്ടോ. ഒരച്ച് ശർക്കര ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ പുളിയും ഉപ്പും മധുരവും എല്ലാം കൂടിയാണ് ഇതിൻ്റെ ടേസ്റ്റ് കേട്ടോ. അത് നല്ലോണം ആയിക്കോട്ടെ. ശർക്കരയൊക്കെ അത്യാവശ്യം ഉരുകിയിട്ടുണ്ട് ഇപ്പോൾ. പിന്നെ ഇത് നമുക്ക് ഒരു പുളിയിഞ്ചി ടേസ്റ്റ്. പുളിയിഞ്ചിയിൽ ഇപ്പോൾ എല്ലാം ഉണ്ടല്ലോ, എരിവും പുളിയും മധുരവും എല്ലാം ഉണ്ടല്ലോ. അതേപോലെ ഒരു ടേസ്റ്റാകും ഇതും. ഇതിൽ നമ്മൾ 1 കിലോ മുന്തിരിയാണ് എടുത്തിരിക്കുന്നത്. 1 കിലോ മുന്തിരിയാണ്. ഇനി ആ മുന്തിരി ഇതിലേക്ക് ഇടാൻ പോകണം. വെള്ളം നല്ലോണം നല്ല ലൂസ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് സുർക്കയും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടി സുർക്ക ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് വെന്ത് കിട്ടാവുന്ന രീതിയിൽ കുറച്ച് സുർക്ക ഒഴിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഗ്രേവിയായി. ഇനി ഒന്ന് വേവിച്ച് വിടുക. ഇതൊന്ന് നല്ലോണം തിളയ്ക്കണം. തിളച്ചിട്ട് ആ മുന്തിരിക്കൊന്ന് നന്നായി ഉടഞ്ഞു പോരുത്. അതിന് മുമ്പ് നമ്മളിത് ഓഫ് ചെയ്യും. ഇതിലേക്ക് നമ്മൾ മുമ്പ് കടുകും ഉലുവയും വറുത്തെടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് കുത്തിയെടുക്കാം. ഇതിലിടാൻ വേണ്ടിയിട്ടുള്ള മിക്സാണ് കേട്ടോ. ഇതിൻ്റെ ഉലുവയും കടുകും കേട്ടോ. എണ്ണ ഒഴിക്കാണ്ട് ചൂടാക്കിയെടുത്താണ്. അപ്പോൾ നമ്മൾ പൊടിച്ചു വെച്ച ഉലുവയും കടുകും ഇതിൽ മിക്സ് ചെയ്യുന്നുണ്ട്. ഒരു ടീസ്പൂൺ ഇട്ടാൽ മതി അല്ലേ? 1 ടീസ്പൂൺ മതി. നിങ്ങൾ നോക്കിയിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇടാം. മണമൊക്കെ കുറവുണ്ടെങ്കിൽ ആവശ്യമാണെങ്കിൽ ഇടാം.
നമ്മുടെ മുന്തിരി അച്ചാർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത് കാണാം. ബൈ.